ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കാൻ പറ്റുന്ന വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേര് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉറങ്ങുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിൽ കാശ് കയറുന്ന ഒരു അടിപൊളി പരിപാടിയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പറഞ്ഞു വരുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ഏകദേശം 2025 കൂടിയിട്ട് $835 മില്യൺ ടേൺ ഓവറിലേക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ എത്തുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്രയും വലിയ ഭയാനകമായിട്ടുള്ള റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സത്യം പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് A to Z അറിയാത്ത ആൾക്കാരിലാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. നമ്മളാകെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ആമസോണോ ഫ്ലിപ്കാർട്ടോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതിനകത്ത് ഒരു മൊബൈൽ വിറ്റ് കഴിഞ്ഞാൽ ഒരു 5 രൂപയോ 10 രൂപയോ എങ്ങാനും കിട്ടും. അതാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ബട്ട് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെ നിഗൂഢതകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ക്ലിക്കിനും വേണമെങ്കിൽ 10,000, 25,000, 50,000, 1,00,000 രൂപയൊക്കെ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കിട്ടുന്ന പല 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 പ്രോഗ്രാംസ് ഉണ്ട്. ബട്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഏതൊരു വീഡിയോയും കൃത്യമായിട്ട് മുഴുവനായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് കാണുമ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് ഐഡിയ കിട്ടുക. മാത്രവുമല്ല, ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വന്നാൽ വീണ്ടും ഒന്നുകൂടി കാണുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഓൺലൈനിലൂടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാറുണ്ട്. എന്തൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷണങ്ങൾ, ഡ്രസ്സുകൾ, മറ്റുള്ള നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ, നിരവധി സാധനങ്ങൾ ഇന്ന് ഓൺലൈനിലൂടെ വാങ്ങിക്കുകയാണ് ഭൂരിഭാഗം ആൾക്കാരും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈനിലൂടെയുള്ള പർച്ചേസിന് 15 മുതൽ 20% വരെ അഫിലിയേറ്റേഴ്സ് വഴിയാണ് പോകുന്നത്. 15 മുതൽ 20% വരെ അഫിലിയേറ്റേഴ്സ് വഴിയാണ് പോകുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഒരു കമ്പനിക്ക് നേരിട്ട് വിൽക്കാം. ഓക്കെ, നേരിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ ഓൺലൈനിലൂടെ നേരിട്ട് വിൽക്കാം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാരണ ഓർഗാനിക്കായിട്ട് കമ്പനി സൈഡിൽ നിന്ന് ഒരു കസ്റ്റമർ നേരിട്ട് വാങ്ങിക്കുന്നു. ഇതിനെ മറിച്ചിട്ട് ഇതിന് നടുവിൽ ഒരു മീഡിയേറ്റർ വരികയാണ്. ഒരു മീഡിയേറ്റർ, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ ബ്രോക്കർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാരേജ് ബ്രോക്കർ, ജോബിന് നമ്മൾക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ, ഇങ്ങനെയുള്ള മീഡിയേറ്റർ വഴി നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ? മീഡിയേറ്റർ വഴി, ഏജൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഓൺലൈനിലൂടെയുള്ള പർച്ചേസ്, അത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ, അതിൻ്റെ വാങ്ങലുകൾക്കും ചില വിൽക്കലുകൾക്കൊക്കെ ഈ നടുവിൽ നിൽക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഏജൻറ്റ്. അദ്ദേഹത്തെ പറയുന്ന പേരാണ് ഈ ഓൺലൈൻ കേസിൽ അഫിലിയേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന ആ പ്രവൃത്തിയെ പറയുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന്. അദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂ ആണ് അഫിലിയേറ്റ് റവന്യൂ എന്ന് പറയുന്നത്. സോ അഫിലിയേറ്റ് കമ്മീഷൻ എന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ ഇങ്ങനെയുള്ള അഫിലിയേറ്റേഴ്സ് ഓൺലൈനിൽ ചെയ്യുന്നത്, ഇപ്പോൾ ആമസോണിൻ്റെ കേസാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ റോഡിൻ്റെ മൈക്ക് ഞാൻ ഉപയോഗിച്ചു, എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്ന റോഡിൻ്റെ മൈക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിനകത്ത് കയറിയിട്ട് അഫിലിയേറ്ററായിട്ട് രജിസ്റ്റർ ചെയ്ത് ഈ ഞാൻ വാങ്ങിച്ച റോഡിൻ്റെ മൈക്ക് എൻ്റർ ചെയ്ത് എനിക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എനിക്കൊരു ലിങ്ക് കിട്ടും, എൻ്റെ അഫിലിയേറ്റ് ലിങ്ക്. ആ ലിങ്ക് കൊടുത്ത് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ ഈ പ്രോഡക്റ്റ് അടിപൊളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവർ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ, ഏത് ഈ ഒരു റോഡിൻ്റെ മൈക്ക് വാങ്ങിച്ചാൽ അവിടെ ഒരു കമ്മീഷൻ എനിക്ക് ജനറേറ്റ് ചെയ്ത് തരും. ആര് തരും? ആമസോൺ തരും. എന്തിന് തരും? ഞാൻ വഴിയാണ് ആ കസ്റ്റമറിനെ ആമസോണിന് കിട്ടിയത്. അങ്ങനെ ആമസോൺ കമ്മീഷൻ തരും. ഇത് തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതൊരു പ്രോഡക്റ്റിൻ്റെ കേസാണ്. ഇതല്ലാതെ വെബ്സൈറ്റിലേക്ക് ഒരു വ്യൂ കിട്ടുന്നതിന് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും കാശ് കിട്ടും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റാഫ് ഇതിൻ്റെ റിസർച്ച്, പ്രോഡക്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഫസ്റ്റ് അതിലൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 13,000 രൂപയോളം റവന്യൂ കിട്ടും. ഇന്ത്യയിൽ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഇന്ത്യയിൽ ഓഫീസുള്ള ഒരു ആപ്ലിക്കേഷൻ. അത്രയും വലിയ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ പുറത്തു വിടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ വിശദമായിട്ട് നമ്മളെ ഒരു എപ്പിസോഡ്, നമ്മൾ 0 to Crore എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈവനിങ് സെക്ഷനിലാണ് അത് വരിക, വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ നിങ്ങൾ ആ വൈകുന്നേരം 6 മണിക്കത്തെ വീഡിയോ ഒന്നും മിസ് ചെയ്യരുത്. നമ്മൾ 0യിൽ നിന്ന് ഒരു കോടി ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് അതിൽ ചെയ്തു വരുന്നത്.
ഇനി കുറച്ച് ദിവസം മുമ്പ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലിക്കിന് 12,000 രൂപ കിട്ടിയത്. അത് ഞാനൊരു ഹെൽത്ത് നീച്ച് സെല്ല് ചെയ്തിട്ട് കിട്ടിയതാണ്. അമേരിക്കയിലുള്ള പ്രോഡക്റ്റ് അമേരിക്കയിലുള്ള ഒരു അഫിലിയേറ്റ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ അമേരിക്കയിലെ ഒരു അഫിലിയേറ്ററായിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിലെ ഒരു ആവശ്യക്കാരന് ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുത്തു. ആ ലിങ്ക് അയച്ച് ഞാൻ ഡയറക്റ്റ് അയച്ചു കൊടുത്തല്ല, ഞാനൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവർ സെർച്ച് ചെയ്തിട്ട് വന്നതാണ്. അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ വന്നു, പ്രോഡക്റ്റ് മേടിച്ചു. എനിക്ക് $160 കിട്ടി ഒരൊറ്റ സെയിലിൽ. അപ്പോൾ ഇങ്ങനെ എന്തോരം നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ഏകദേശം 5 വർഷം കൊണ്ട് ബൂമിങ് ആവുന്ന ഇൻഡസ്ട്രിയാണ്. ഇനി വ്ളോഗിങ്ങോ ഇതിലൊക്കെ കാശ് ഉണ്ടാക്കുന്ന ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന് മാത്രമേ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റൂ. പണം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് കാണുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നേരെ ചൂണ്ടിക്കാണിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ, ഡ്രോപ്പ് ഷിപ്പിംഗ് ബെസ്റ്റ് വൺ ആണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ബെസ്റ്റാണ്. അതാണ് നമ്മൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വൈകുന്നേരം 0 to Pro ചെയ്യുന്നത്. എനിവേ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാലോ. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ സ്കോപ്പ്. ഇത് നല്ല സാധ്യതയാണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു 2025 ബൂമിംഗ് ആവും. കാരണം ഇന്ന് എല്ലാവരും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പലർക്കും പല സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു പുസ്തകം നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവിൽ കാണിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കോടീശ്വരൻ്റെ രഹസ്യങ്ങൾ, ഇതെവിടെ കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നേരെ തിരിച്ചിട്ട് എൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് രജിസ്റ്റർ ചെയ്ത് ഞാൻ താഴെ ഇട്ട് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ അഫിലിയേറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ പല പ്രോഡക്റ്റുകളും അത് എവിടെ കിട്ടും, എവിടുന്ന് വായിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ലിങ്ക് കൊടുക്കുക. ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവരുടെ വീഡിയോകൾ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാറുണ്ട്. എന്തോരം കാശാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രീനെ വളർത്തുകയല്ലേ. ഇതുകൊണ്ട് ആമസോണിന് എന്താ ലാഭം? കുറേ കസ്റ്റമേഴ്സിന് വരും. അല്ലെങ്കിൽ ഈ അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വരും. പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസ് നടക്കുമ്പോൾ അതിന് ചെറിയ പെർസെൻറ്റേജ് ഇവർക്ക് കൊടുക്കുന്നു. സോ അഫിലിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിന് സാധ്യതയും ഭയങ്കരമായി കൂടുതലാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ത്യയിൽ കോടികൾ റവന്യൂ, ഒരു വർഷം കൊണ്ട് കോടികൾ റവന്യൂ ഉണ്ടാക്കുന്ന അഫിലിയേറ്റേഴ്സ് ഉണ്ട്. യൂട്യൂബ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയോ, കോടികൾ 2021 കോടികളുടെ റവന്യൂ ഉണ്ടാക്കിയ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ജനിച്ചു വളർന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല. അവർ ദുബായിലും പിന്നെ US ഇപ്പോൾ അവിടുന്ന് ഷിഫ്റ്റായി. കാരണം വെച്ചാൽ ഈ ഭയങ്കരമായ കാശ് വരുമ്പോൾ ഇവിടെ വലിയ ഭയാനകമായ ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും എസ്കേപ്പായി. നമ്മുടെ ടെക്നിക്കൽ ഗുരുജിയൊക്കെ ഇപ്പോൾ ദുബായിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വലിയ അഫിലിയേറ്റേഴ്സ് എല്ലാം പുറം രാജ്യങ്ങളിൽ പോയിട്ടാണ് താമസിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി അവരുടെ ലൈവായിട്ടുള്ള സംഭവ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അങ്ങനത്തെ ലൈവ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫീസ് അവർ നല്ല ചെറിയ ഫീസാണ് ഏർപ്പെടുത്തുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റ് അവരെ കിട്ടിയ റവന്യൂവിനെ സംബന്ധിച്ച് ചെറിയ ഫീസ്, നമ്മളെ സംബന്ധിച്ച് വലിയ ഫീസ് 50,000 1 ലക്ഷം രൂപയാണ് ഫീസ് ഒരു ദിവസത്തെ ക്ലാസ്സിന്. വേണമെങ്കിൽ പഠിച്ചാൽ മതി. അയാൾ 1 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പല ട്രെയിനിങ്സ്. സോ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് സക്സസ് ആക്കാനുള്ള ട്രിക്സും ടിപ്സും എല്ലാ കാര്യങ്ങളും വൈകുന്നേരത്തെ 0 to Pro പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. ബി ഹാപ്പി. ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വലിയ വാതിലാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടിയത്. അത്രമാത്രം മനസ്സിലാക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. എന്താ അഡ്വാൻറ്റേജസ്? സെയിൽസ് ഡെയിലി കൂടി ദിനം പ്രതി ജനങ്ങൾ കംപ്ലീറ്റ് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്നത്. എന്താ സാധനം കിട്ടാത്തത്? ഇപ്പോൾ കട്ടിൽ, ബെഡ്, ചെയർ, എല്ലാ സാധനങ്ങളും ഓൺലൈനിലാണ്. വാഹനങ്ങളുടെ ഒട്ടുമിക്ക സാധനവും ഓൺലൈനിലൂടെ ഇപ്പോൾ കച്ചവടം നടത്തി തുടങ്ങി. എന്താ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടാത്ത? മുട്ടുസൂചി മുതൽ ഉപ്പ്, കൽപ്പൂരം വരെ എല്ലാ സാധനം, കമ്പ്യൂട്ടർ അടക്കം ഓൺലൈനിലൂടെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പല സാധനങ്ങളും ഇന്ന് കടകളിൽ ഇല്ല. ഇങ്ങനെയുള്ള സാധനം കടകളിൽ വെക്കാറില്ല. അതൊക്കെ ആൾക്കാർ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് കടക്കാർ ഒഴിവാക്കാണ്. ഒട്ടുമിക്ക ഇങ്ങനെ ഓൺലൈനിലൂടെ സെല് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. എന്താണ്, ഈ സാധാരണ കടകളിൽ ഇപ്പോൾ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, കമ്മീഷൻ കൊടുക്കും. പക്ഷേ ഓൺലൈനിൽ അങ്ങനെയല്ല. ഓൺലൈനിൽ ബൾക്കായിട്ട് ഓൾ ഇന്ത്യ വൈസ് ഓർഡർ കിട്ടുന്നതുകൊണ്ട് ഒരു കമ്പനിക്ക് ഒരു 1000 ഓർഡറൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചെറിയ പൈസക്ക് കിട്ടും. അപ്പോൾ കടകളിൽ നമ്മളൊരു ക്യാമറക്ക് പോയിട്ട് 45,000 പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നോക്കുമ്പോൾ 40,000 രൂപ കിട്ടും. ആൾക്കാർ എവിടെ നിന്ന് മേടിക്കും? കടയിൽ നിന്ന് മേടിക്കും, ഓൺലൈനിൽ മേടിക്കും. ചില ആൾക്കാർ കടയിൽ നിന്ന് തന്നെ മേടിക്കും, ബട്ട് മെജോറിറ്റി ആൾക്കാരും ഓൺലൈനിലൂടെ മേടിക്കും. അപ്പോൾ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇതിനെ നടുക്ക് അഫിലിയേറ്റേഴ്സ് ഉണ്ട്. ഇവരെന്തായാലും ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. ഇവർ റിവ്യൂ സൈറ്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ട് ഇവർ ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് പണിയെടുക്കുക. അതാണ്
ഫ്രീ ആയിട്ട് നമുക്ക് ഏത് സമയത്ത് രാത്രിയോ പകലോ എപ്പോൾ വേണം നമ്മുടെ സമയം നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ഇരുന്ന് പണിയെടുക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നിലവിലുള്ള ജോലി കളയേണ്ട ആവശ്യമില്ല. ആ ജോലിക്കൊപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യാം. പാസീവായിട്ടുള്ള ഇൻകം ആണെങ്കിലും ഒരു കാലത്ത് നമ്മൾ എന്തായാലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങി ജോലി ഉപേക്ഷിക്കും. ഇനി ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പോലും ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങി നിങ്ങൾ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സംശയമില്ല. പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ, അല്ലാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു ഞാനൊന്നും സക്സസ് ആവുന്നില്ല എന്ന് വിചാരിച്ചാൽ അതിലൊരു കാര്യമില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ കുറച്ച്. ഒന്ന് വെച്ചാൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നമുക്കത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ക്വാണ്ടിറ്റി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും നമുക്കതിൻ്റെ എത്ര നാൾ ഉണ്ടാവും എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല എന്നത് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കമ്പനീൻ്റെ ചിലവ് നിർത്തിപ്പോയേക്കാം. കാരണം അഫിലിയേറ്റ് മാർക്കറ്റ് ഇത് ചെയ്യുന്നില്ല. റോഡ് മൈക്ക് നിർത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. നിർത്തില്ല എന്നിരുന്നാലും അങ്ങനെ നിർത്തി. ബട്ട് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടെണ്ണമുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു ലിമിറ്റേഷൻസ് ആണ്. പിന്നെ റവന്യൂ നമുക്ക് ഒരിക്കലും 100% കൺഫേം ഒന്നും പറയാൻ പറ്റില്ല. റവന്യൂ കിട്ടും, എല്ലാ കമ്പനിയും റവന്യൂ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ലിമിറ്റേഷനായിട്ട് ഞാൻ പറയുകയാണ്, റവന്യൂ നമുക്കൊരു കൺഫർമേഷൻ നമ്മുടെ പേപ്പറിനകത്ത് എഴുതിയിട്ട് എഗ്രിമെൻ്റ് ഒന്നും തന്നിട്ടില്ല. റവന്യൂ അവരെന്താ തരുന്ന ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. അങ്ങനെയാണ് എൻ്റെ കണക്ക്. സോ അതൊരു ഉറപ്പിച്ചിട്ടുള്ള ഒരു സംഭവം അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ്, ഒരു ലാൻഡിംഗ് പേജ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കണം. ഒട്ടുമിക്ക കമ്പനീസ് ബാനേഴ്സ് കാര്യങ്ങളൊക്കെ ലിങ്ക്സ് ഒക്കെ തരും. ബട്ട് നമ്മളൊരു വെബ്സൈറ്റ്, ഒരു ലാൻഡിംഗ് പേജ് ബേസിക് ലാൻഡിംഗ് പേജും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു അടിപൊളി വെബ്സൈറ്റ് ഉണ്ടാക്കി കംപ്ലീറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയപ്പം പോലെ കാശുണ്ടാക്കാം. അങ്ങനെയുള്ള പരിപാടിയാണ്. സുഖമായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. സോ ഇനി അവസാനത്തെ എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ പിന്നെ എക്സിപ്പിയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഓൾറെഡി കാശ് ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നിയോക്സ് കാർഡ്, ഒരു പേ ലേറ്റർ കാർഡാണ്. ആ കാർഡ് കൊടുത്തുകൊണ്ട് അതിൽ നിന്നും കമ്മീഷൻസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷനാണ് ഞാൻ ഉപയോഗിച്ചത്. സോ അതുപോലെ തന്നെ ആമസോണിൽ നമ്മുടെ ബുക്സുകൾ കൊടുത്ത് അതിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സൈറ്റുകളുണ്ട്. ഇന്നൊക്കെ നമുക്ക് കാശ് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിൽ 50-ൽ കൂടുതൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനി, അതായത് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന 50-ൽ കൂടുതൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനികളുടെ വിശദമായിട്ടുള്ള വിവരം, അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വെബ്സൈറ്റായ vineeshrohini.com കയറി കഴിഞ്ഞാൽ കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും. എൻ്റെ വെബ്സൈറ്റായ vineeshrohini.com 50+ ഉണ്ട്. ഏകദേശം 60-65ഓളം വരും. 65 സംതിങ് ഉണ്ട്. ഞാനത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 50-ന് മേളിലുണ്ട്. 50-ഉം ഒരു 60-നടുത്തൊക്കെ ഉണ്ടാവും. അത് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഫ്രീ ആയിട്ടാണ് ഞാനത് പേയ്മെൻറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 99 രൂപയ്ക്ക്. എന്തായാലും ഞാനത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും തരികയാണ്. എൻ്റെ വെബ്സൈറ്റായ vineeshrohini.com സൈനപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ഒന്ന് നിങ്ങൾ ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിച്ചത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. സംഭവം ക്ലിക്കായി, ഒരു വാതിൽ തുറന്നു. വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ വാതിൽ നിങ്ങൾ തുറന്നു. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. 100% കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞല്ല, വീണ്ടും ഒന്നുകൂടി ഞാൻ പറയുന്നത്, സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. യൂട്യൂബിൽ കോടികൾ കിട്ടിയ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യക്കാരെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ, കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഇതിനേക്കാൾ അമേസിംഗ് ആയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് റോണി, സൈനിങ് ഓഫ്. ബൈ.